അഞ്ചാം മന്ത്രി വിവാദമൊക്കെ കേരളത്തിൽ ഉണ്ടാവുന്നത് ആരുടെ സമ്മർദ്ദ ഫലമായിട്ടാണ്? അതിനെ തുടർന്നുണ്ടാവുന്ന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ കെ സുധാകരൻ തന്നെ മുന്നോട്ട് നയിച്ചാലും കോൺഗ്രസിന് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടില്ല എന്നാണോ ശ്രീകുമാറിൻ്റെ പക്ഷം? ആര് KPCC പ്രസിഡന്റ് ആകുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷയമല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ആർക്ക് KPCC പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുള്ള ഒരുപിടി നേതാക്കൾ കേരളത്തിലുണ്ട്. തുല്യരിൽ ഒന്നാമനാര്? അതാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത്. തുല്യരായ നേതാക്കളിൽ ഒന്നാമതാര്? ആ ഒന്നാമൻ KPCC പ്രസിഡന്റ് ആകുമോ, അതല്ല പുതിയൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം അദ്ദേഹം തിരിച്ചു വന്നാൽ A ഗ്രൂപ്പ് ഒരു പക്ഷേ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള സാധ്യത. രണ്ട്, അദ്ദേഹം ഒരു യാക്കോബൈറ്റ് ആണ്, അദ്ദേഹം ഒരു കാത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടയാളല്ല. ഇത് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള ചർച്ചയിൽ നിന്ന് ലഭിക്കുന്നതാണ്, എൻ്റെ മാത്രം അഭിപ്രായമല്ല. പക്ഷേ എനിക്ക് ഒരാളുടെ പേര് കോട്ട് ചെയ്യാൻ കഴിയില്ല, താങ്കൾക്കറിയാമല്ലോ, താങ്കൾ ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട്. രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൂടാ? ഇത്രയും അധികം സംഘടനാ പാരമ്പര്യമുള്ള, പാർലമെന്ററി പരിചയമുള്ള ഒരു നേതാവില്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ പേര് മാറുകയും പകരം ആന്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും പേരുകൾ പൊന്തി വരികയും ചെയ്യുമ്പോഴാണ് ഒരു സംശയം ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ആരുടെ സമ്മർദ്ദം, ആരുടെ താല്പര്യം, ഹൈക്കമാൻഡിന്റെ താല്പര്യം എന്താണ് ഈ വിഷയത്തിൽ? ഡോക്ടർ അരുൺ, ഇവരുടെ പേരുകൾ ആരാ പറഞ്ഞെന്ന് പറഞ്ഞു? ഏത് കോൺഗ്രസ് നേതാവാണ്, ഏത് ഗ്രൂപ്പാണ് ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ മുന്നോട്ട് വെച്ചത്? നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളല്ലേ അത്. ഞാൻ ചർച്ചയെ കുറ്റം പറയില്ല, വരണം. എല്ലാ നേതാക്കളുടെ പേരും വരണം. സണ്ണി ജോസഫിൻ്റെ പേരും ബെന്നി ബെഹനാൻ്റെ പേരും ആന്റണിയുടെ പേരും വരണം. ഇവർ മൂന്ന് പേരും കഷ്ടപ്പെട്ടും അതുപോലെ തന്നെ പാർട്ടിയുടെ ഒപ്പം നിന്ന് വളർന്നവരാണ്. ഞാനും ആന്റണിയൊക്കെ ഒരു ഘട്ടത്തിൽ KSUവിൻ്റെ ഭാരവാഹികളായിരുന്നു. അദ്ദേഹം കോട്ടയത്ത്, ഞാൻ തൃശ്ശൂരുമായിരുന്നേ ഉള്ളൂ. ആന്റണിയുടെ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾ മനസ്സിലാക്കൂ. അദ്ദേഹം പത്തനംതിട്ടയിലെ MP ആയി നിന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ല എന്നർത്ഥമില്ല. അദ്ദേഹം പത്തനംതിട്ടയിലാണ് ഉണ്ടായിരുന്നത്, കെ സുധാകരൻ കണ്ണൂരാണ് ഉണ്ടായിരുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഓരോരുത്തരും ഞങ്ങൾക്കറിയാമല്ലോ, KM ചാണ്ടി കോട്ടയത്തല്ലേ ഉണ്ടായിരുന്നത്, CV പത്മരാജൻ ചാത്തന്നൂരും കൊല്ലത്തല്ലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കൂ. A ജേക്കബട്ടൻ എറണാകുളത്തല്ലേ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ KPCC പ്രസിഡന്റുമാരായിരുന്ന കേരളമാണിത്. അപ്പം നിങ്ങൾ ആ രീതിയിൽ കണക്കാക്കണ്ട. ഞാൻ പറയുന്നത്, ഇത് ആന്റണിയുടെ പേര് മുന്നോട്ട് വെച്ചാലും അതുപോലെ തന്നെ ബെന്നിയുടെയോ സണ്ണി ജോസഫിൻ്റെ ഒക്കെ പേര് മുന്നോട്ട് വെച്ചാലും ആര് മുന്നോട്ട് വെച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലില്ല. നമ്മൾ പറയുകയാണ് മുന്നോട്ട് വെച്ചു, പക്ഷെ അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുല്യരായ ഒരുപാട് നേതാക്കളുണ്ട്. ഈ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഊഹിക്കുകയാണ്, VD സതീശൻ നായർ സമുദായം, K സുധാകരൻ ഈഴവ സമുദായം, നമ്മളുടെ MM ഹസൻ മുസ്ലിം സമുദായം, അപ്പോൾ ക്രിസ്ത്യാനിയില്ല. അപ്പോൾ സുധാകരനെ മാറ്റിയാൽ ഈഴവനെ മാറ്റിയെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്. ഈ ചർച്ച ഇതല്ല ചർച്ച എന്താണ്? ഡോക്ടർ അരുൺ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ശ്രീ K സുധാകരനെ വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് അതിനുള്ള ഉത്തരമാണ്, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ വെക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടി കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ അവസാനത്തെ വാക്കായിട്ടും നൽകുക. എൻ്റെ ഡോക്ടർ അരുൺ, K സുധാകരൻ്റെ കീഴിലല്ലേ ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഏത് കോൺഗ്രസ് നേതാവാണ് സുധാകരൻ ആരോഗ്യമില്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞത്? ഏത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സുധാകരനെതിരെ പ്രമേയം പാസ്സാക്കിയത്? ഏത് AICC നേതാവാണ് സുധാകരനെ മാറ്റണമെന്ന് നിർദ്ദേശം വെച്ചത്? ആരും വെച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, കേരളത്തിലെ മിക്ക നേതാക്കളും അവർ അവതരിപ്പിച്ച പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം, ഈ പ്രസിഡന്റിന് കീഴിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റൊരു വിഷയമല്ല, ഇദ്ദേഹം പറയുന്നത് ചില സമയത്ത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയുന്നത് തെറ്റിപ്പോകുന്നു. ഈവൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സംഭാഷണങ്ങൾ, മൈക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഒരു അനാരോഗ്യം എന്നുള്ളത് ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ഈ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ KSനേക്കാൾ കുറച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് വരേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ലളിതമായ ചോദ്യം. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം ചർച്ച ചെയ്ത് നമ്മൾ അതിലേക്ക് വഴിതിരിച്ചു വിടേണ്ടതില്ല, അതൊരു പ്രധാന ഘടകമാണെങ്കിൽ കൂടി. അല്ല, അത് ഞാനത് ചർച്ച ചെയ്യുന്നില്ല. അതായത് ഡോക്ടർ അരുൺ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച ഇത് ആദ്യമായിട്ടല്ല വരുന്നത്. VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞല്ലോ, ആരോഗ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അച്യുതാനന്ദൻ്റെ മറുപടി എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം വെച്ച് വോട്ട് പിടിക്കാമെങ്കിൽ പിന്നെന്താ? എനിക്കെന്ന് ചോദിച്ച ചോദ്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അച്യുതാനന്ദൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്നത്തെ പിണറായി പക്ഷം ഉന്നയിച്ചത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ചർച്ച ചെയ്തോളൂ, വിരോധമില്ല. പക്ഷേ ഇത് ആര് പറഞ്ഞു? ഒരാൾ പറയണ്ടേ?
ഒരാൾ പറയണം, ഒന്നുകിൽ സുധാകരൻ പറഞ്ഞ എന്നെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇന്ന നേതാവ് പറഞ്ഞു എന്ന് പറയണം. ദീപാദാസ് മുൻഷി കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ KPCCക്ക് ട്രഷററില്ല, ഒരുപാട് ഭാരവാഹികളില്ല. ആ നിലയ്ക്ക് ചില മറ്റേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഒരു പുതിയ നേതാവിനെ വന്നാൽ, ഒരു പുതിയ നേതാവിനെ വന്നാൽ ആ നേതാവിൻ്റെ ആശയത്തിന് പ്രസക്തി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെയുള്ള നേതാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാവും. ഇപ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റായി വന്നപ്പോഴേ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPMന്റെ നേതൃത്വം അദ്ദേഹത്തിനെതിരെ പാർട്ടി മുഖപത്രത്തിലും മുഖപ്രസംഗം എഴുതാൻ പറഞ്ഞത്? ഡോക്ടർ അരുണിന് ഓർമ്മയുണ്ടോ? ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്തിന് KPCC പ്രസിഡന്റായി സുധാകരനെ തിരഞ്ഞെടുത്തു എന്നായിരുന്നു? അങ്ങനെ ഏതെങ്കിലും ഒരു പത്രം എഴുതുമോ? MA ബേബിയെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ വീക്ഷണമോ ചന്ദ്രികയോ ജന്മഭൂമിയോ ഏതെങ്കിലും പത്രം എഴുതിയോ? ബേബിയ എന്തിനാ ജനറൽ സെക്രട്ടറി ആക്കുന്നത്? അങ്ങനെ എഴുതിയ പത്രമാണ് CPM മുഖപത്രം. എന്താണ് ഭയം? ആ ഭയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാകും. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു തെളിവൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തീരുമാനിക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, പോകാൻ പറഞ്ഞാൽ പോകും. പക്ഷേ ദീപാദാസ് മുൻഷിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പുനഃസംഘടനയുടെ കാര്യം വരുമ്പോൾ നേതാക്കൾ ചർച്ചാ വിഷയമാകാറുണ്ട്. അങ്ങനെ ചർച്ചാ വിഷയമാകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പുറത്തു പറയുമ്പോൾ അത് വിഭിന്നമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ ചില വിവാദങ്ങളിലേക്ക് വരാറുണ്ട്. അതിൽ കവിഞ്ഞൊന്നുമില്ല. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. KPCC പ്രസിഡൻ്റായിട്ട് ആരാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു കോൺഗ്രസ് നേതാവായിരിക്കും വരിക. അദ്ദേഹത്തിനൊരു ജാതിയിൽ ജനിച്ചു കാണും. ആ ജാതി പൊക്കിപ്പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു അപചയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Debate with Dr. Arun Kumar.